ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു. ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ഇന്ത്യൻ ടെസ്റ്റ് ടീമിനെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പാണ് രോഹിത് ശർമ്മയുടെ ഇൻസ്റ്റഗ്രാമിലൂടെയുള്ള വിരമിക്കൽ പ്രഖ്യാപനം ഉണ്ടായത്. BCCIയുടെ സെലക്ഷൻ കമ്മിറ്റി പുതിയ നായകനെ തേടുന്നതായുള്ള അഭ്യൂഹങ്ങൾ സജീവമായിരുന്നു. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുകയാണെന്ന വിവരം പങ്കുവെക്കുകയാണെന്നാണ് രോഹിത് കുറിച്ചത്. ഏകദിന ക്രിക്കറ്റിൽ തുടർന്നും കളിക്കുമെന്നും 38 വയസ്സുകാരനായ രോഹിത് വ്യക്തമാക്കിയിരുന്നു. രോഹിത്തിന്റെ നായക മികവിലാണ് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി നേടിയത്. ഇന്ത്യ രോഹിത്തിന്റെ നായക മികവിൽ 2024 T20 ലോകകപ്പും നേടി. പിന്നാലെ രാജ്യാന്തര T20യിൽ നിന്നും വിരമിക്കലും പ്രഖ്യാപിച്ചു. രോഹിത് ഇന്ത്യക്കായി 11 വർഷമാണ് ടെസ്റ്റിൽ കളിച്ചത്. 67 ടെസ്റ്റുകളിൽ 24 നായകനായി. 2022 വിരാട് കോഹ്ലിയിൽ നിന്നാണ് നായക സ്ഥാനം ഏറ്റെടുത്തത്. ഇംഗ്ലണ്ടിൽ ഇന്ത്യ 5 ടെസ്റ്റുകളുടെ പരമ്പരയാണ് കളിക്കുന്നത്. ടെസ്റ്റ് നായകൻ എന്ന നിലയിൽ രോഹിത്തിന്റെ സമീപകാല പ്രകടനം മോശമായിരുന്നു. ബോർഡർ ഗവാസ്കർ ട്രോഫി 3-1 കൈവിട്ടു. മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടന്ന ബോക്സിംഗ് ഡേ ടെസ്റ്റാണ് താരത്തിന്റെ അവസാന മത്സരം. 2010 ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന നാഗ്പൂർ ടെസ്റ്റിലായിരുന്നു അരങ്ങേറേണ്ടിയിരുന്നത്. ടോസിന് മുമ്പ് പരിക്കേറ്റത് തിരിച്ചടിയായി. തുടർന്ന് 3 വർഷം കാത്തിരുന്ന ശേഷം 2013 വെസ്റ്റ് ഇൻഡീസിനെതിരെ നടന്ന കൊൽക്കത്ത ടെസ്റ്റിലാണ് അരങ്ങേറാനായത്. മത്സരത്തിൽ തന്നെ സെഞ്ചുറി അടിക്കാനായി. തുടർന്ന് നടന്ന മുംബൈ ടെസ്റ്റിലും സെഞ്ചുറി അടി തുടർന്ന് 2017 വരെ ഒരു സെഞ്ചുറി മാത്രമാണ് അടിച്ചത്. ടെസ്റ്റ് കരിയർ എടുത്താൽ മധ്യനിര ബാറ്ററായിട്ടാണ് തുടങ്ങിയത്. 6-7 പൊസിഷനുകളിലാണ് ഹിറ്റ്മാൻ കളിച്ചിരുന്നത്. ബാറ്റിംഗിൽ സ്ഥിരത പുലർത്താൻ സാധിക്കാതെ വന്നതോടെ ടീമിൽ സ്ഥാനമുറപ്പിക്കാനും കഴിഞ്ഞില്ല. 2019 ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഓപ്പണർ ആയതോടെ രംഗം മാറി. അന്നത്തെ നായകൻ വിരാട് കോഹ്ലിയും കോച്ച് രവിശാസ്ത്രിയുമാണ് ഇത്തരമൊരു പരീക്ഷണം നടത്തിയത്. അത് വലിയ വിജയവുമായി. ഓപ്പണിംഗ് റോളിൽ കിടിലൻ പ്രകടനമാണ് ആദ്യ പരമ്പരയിൽ തന്നെ രോഹിത് കാഴ്ചവെച്ചത്. പിന്നീട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. നാട്ടിലും പുറത്തുമെല്ലാം പല ഗംഭീര ഇന്നിംഗ്സുകളും കളിക്കാൻ രോഹിത്തിന് സാധിച്ചു. 3 ടെസ്റ്റുകളുടെ പരമ്പരയിൽ 2 കിടിലൻ സെഞ്ചുറികൾ പിറന്നു. റാഞ്ചിയിൽ കരിയറിലെ ഏക ടെസ്റ്റ് ഇരട്ട സെഞ്ചുറിയും കുറിച്ചു. 2021 ഇംഗ്ലണ്ടിനെതിരെ തകർപ്പൻ പ്രകടനം തുടർന്നു. ന്യൂസിലാൻഡ് ഇന്ത്യയിൽ നടന്ന ടെസ്റ്റ് പരമ്പര 3-0 തൂത്തുവാരിയത് രോഹിത്തിന്റെ നായക വേഷത്തിനേറ്റ തിരിച്ചടിയായി. 12 വർഷത്തിന് ശേഷമായിരുന്നു ഇന്ത്യ നാട്ടിൽ ടെസ്റ്റ് പരമ്പര സമ്പൂർണ്ണമായി തോൽക്കുന്നത്. 2021 വിരാട് കോഹ്ലി ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞതോടെയാണ് രോഹിത് ശർമ്മ തൽസ്ഥാനത്തേക്ക് എത്തിയത്. ശ്രീലങ്കയ്ക്കെതിരായ 2 മത്സര ടെസ്റ്റ് പരമ്പരയായിരുന്നു രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യയുടെ ആദ്യ പോരാട്ടം. 2021-23 ICC ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ എത്തിയത് രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിലാണ്. എന്നാൽ ഫൈനലിൽ ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ടു. 2023-25 ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ന്യൂസിലൻഡിനോട് ഹോം പരമ്പരയിൽ 3-0 പരാജയപ്പെട്ടത് രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയിലെ നാണക്കേടായി. തുടർന്ന് ഓസ്ട്രേലിയൻ പര്യടനത്തിൽ 3-1 പരാജയപ്പെട്ടപ്പോൾ നേടിയ ഏക ജയം രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയിൽ അല്ലായിരുന്നു എന്നതും മറ്റൊരു വാസ്തവം. രോഹിത്തിന്റെ ക്യാപ്റ്റൻസിയിൽ ഇന്ത്യ 24 ടെസ്റ്റ് കളിച്ചു. 12 എണ്ണത്തിൽ ജയം സ്വന്തമാക്കി.